ഹലോ. അപ്പോൾ സിംഗപ്പൂരൊക്കെ പോയി വന്ന ഒരു മാസമായി, എന്നിട്ടും നമ്മുടെ വീഡിയോ ഇട്ട് തീരുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ മോശം എനിക്ക് തന്നെയാണല്ലേ. ഞാൻ കുറച്ചൊന്ന് മനസ്സിരുത്തി മടിയൊക്കെ കളഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് എപ്പോഴേ ഇടേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള സംഭവങ്ങളുടെ വീഡിയോസ് നമുക്ക് സമയാസമയങ്ങളിൽ ഇടായിരുന്നു. ഇപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി അതുകൊണ്ട് ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ വേഗം ഇട്ടിട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ഡേ 3 ആണ്. ഡേ 3 നമ്മൾ ഫുൾ ഡേ എവിടെയാണ് സ്പെൻഡ് ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, സിംഗപ്പൂർ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് നമ്മളുടെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്. അപ്പോൾ പലർക്കും അറിയില്ല എന്താണ് ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് എന്ന്. എനിക്കും അറിയണ്ടായിരുന്നില്ല. ഇതാണ് സെൻതോസ. ഇത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെല്ലുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ റൂട്ട് മാപ്പും ഇവിടെ പോയാലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ. കാരണം നമുക്കിപ്പോൾ ഇന്ത്യൻസിന് ഏറ്റവും കുറച്ച് അഫോർഡബിളായിട്ടും ഒക്കെ ഒന്നൊരു അബ്രോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ഇവിടെ പോകുന്നതാണ് നല്ലത്, സിംഗപ്പൂർ ആൻഡ് മലേഷ്യ. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ ഒരു സ്ഥലമാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗം. ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനാണ് ആൾക്കാർക്ക് ഫുള്ള് തിരക്കത്. ഇവിടെ നമ്മളുടെ പാർട്ടികളും അവിടെ തന്നെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പല സിനിമകളിലും ഒക്കെ ഞാനൊക്കെ കണ്ടിട്ടുള്ളത് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ പിക്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഹോളിവുഡ് മൂവീസും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ തന്നെ ഒരു പാർട്ടാണെന്നാണ് എൻ്റെ അറിവ്. ഇപ്പോൾ വേൾഡിൽ തന്നെ പല പല ഭാഗങ്ങളിലായിട്ട് യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ പല ടൈപ്പ് വേർഷൻസ് ഉണ്ടാവും. അതിലൊന്നാണ് ഇപ്പം നമ്മുടെ സിംഗപ്പൂർ കാണാൻ വന്നിരിക്കുന്നത്. ഏഷ്യയിൽ തന്നെ ലാർജസ്റ്റ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് ഉള്ളത് ജപ്പാനിലാണത്രേ. സെക്കൻഡ് ലാർജസ്റ്റ് ആണ് സിംഗപ്പൂർ എന്നാണ് വിക്കിപീഡിയയിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. അങ്ങനെ നമുക്കത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഇവിടെ ക്യൂ നിന്നിട്ട് നമ്മളുടെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിൽ കയറാൻ, നമ്മുടെ ടിക്കറ്റ്. അപ്പോൾ ഉള്ളിലേക്ക് കയറി വന്നാലുള്ള ഒരു കാഴ്ചയാണിത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാട്ടോ. അപ്പോൾ ഇത് കാണുന്നത് മോണോറെയിൽ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ കണക്ടിവിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് ഇതൊരു ശരിക്കും ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും, അതായത് എല്ലാ അട്രാക്ഷൻസും ഈ ഒരു മോണോറെയിലിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഭാഗം. അപ്പോൾ നമ്മുടെ ഈ 2 ദിവസം നമ്മൾ കറങ്ങാൻ പോകുന്നത് ഈ മോണോറെയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അധികം നീട്ടണില്ല, നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് എല്ലാവർക്കും. നമ്മൾ സാധാരണ ഇപ്പോൾ എക്സാമ്പിൾ എനിക്കിപ്പോൾ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ എനിക്ക് പറ്റുന്നത് രാമോജി ഫിലിം സിറ്റി മാത്രമേ ഉള്ളൂ. കാരണം ഇതുപോലൊരു സെറ്റപ്പ് ഞാൻ അവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞ ഒരു മായാലോകം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബിൽഡിങ്സിൻ്റെ ആ ഒരു സ്ട്രക്ചറായാലും എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ ടച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. സൈഡുകളിലൊക്കെ ഉള്ളത് ഫുള്ള് ഫുഡിൻ്റെ ഷോപ്പുകൾ, അതുപോലെ നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ ഉള്ള ചെറിയ ചെറിയ സ്റ്റോറുകൾ. അപ്പോൾ ഇവിടെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഫുള്ളൊരു തീമായിട്ടുള്ള ബിൽഡിങ്സാണ്. അപ്പോൾ മോർ നമുക്ക് ഹോളിവുഡ് മൂവീസ് കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കാർട്ടൂൺ ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ കുട്ടികൾക്കൊക്കെ മെയിനായിട്ട് മനസ്സിലാവും. അപ്പം നമുക്ക് മുതിർന്നവർക്ക് ചിലപ്പം അധികം മനസ്സിലാവുണ്ടാവില്ലായിരിക്കും. പക്ഷെ എൻ്റെ പോലെ കാർട്ടൂണൊക്കെ കാണുന്ന അമ്മമാർക്കൊക്കെ കുറച്ചൊക്കെ മനസ്സിലാവും. ഞാൻ ഇവരുടെ കൂടെ ബോസ് ബേബി ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല മിനിയോൺസിൻ്റെ മൂവി അങ്ങനത്തെ എല്ലാം കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ഇവർ പറയുമ്പോൾ ഇത് പടല്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് പല ആൾക്കാർക്കും മനസ്സിലാവും. ഇക്കാലത്തെ ഉള്ള ഒരുവിധ അമ്മമാർക്കൊക്കെ വേറെ വഴിയില്ല, നമുക്ക് കുട്ടികളുടെ കൂടെ ഇരുന്ന് സിനിമ കണ്ടല്ലേ പറ്റുള്ളൂ. ഈ പറഞ്ഞ സ്പൈഡർമാൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ പ്രൊഡക്ഷനിൽപ്പെട്ട സിനിമകളായിരിക്കും കേട്ടോ ഒരുവിധം എല്ലാ തീമും ആയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ എത്തിയപ്പോഴാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദേശ രാജ്യത്തെത്തിയൊരു ഫീലിംഗ് ഉണ്ടായത്. കാരണം ഇപ്പോൾ ഈ ഫ്രണ്ടിൽ നടക്കുന്ന ആൾക്കാരെ കണ്ടാൽ തന്നെ അറിയാലോ. അപ്പോൾ ഒരുവിധം യൂറോപ്യൻസ് ആയാലും അല്ലെങ്കിൽ അമേരിക്കൻസ് അല്ലെങ്കിൽ ജാപ്പനീസ് ആൾക്കാർ എല്ലാവരും മസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് തോന്നുന്നത്. കാരണം ചൈനക്കാർ കുറേ പേര്
അപ്പം എല്ലാ രാജ്യങ്ങളുടെയും ഒരു മിക്സ് കാണുമ്പോൾ ഇന്ത്യക്കാരനൊക്കെ വളരെ റെയറായിട്ട് ഞങ്ങൾ കണ്ടുള്ളൂ. ഇതേ നമ്മളുടെ മിനിയോൺസിൻ്റെ ബോസ് ഗ്രൂവും കുട്ടികളും നിൽക്കുന്നുണ്ട്. അവരുടെ കൂടെ ഫോട്ടോ എടുക്കുകയാണ് നിത്തു കിത്തു. പിന്നെ ഇത് മിനിയോൺസിൻ്റെ ഒരു വേൾഡ് തന്നെയായിരുന്നു കേട്ടോ അവിടെ. അപ്പം മിനിയോൺസിൻ്റെ കൂടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും. പിന്നെ ഒരു ഓപ്പൺ സ്റ്റേജുകൾ പോലെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഓരോ ടൈം സ്ലോട്ടിൽ ഓരോരോ ഷോകൾ, അതായത് ആ സിനിമകളുടെ പാട്ടൊക്കെ വെച്ചിട്ടും കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ പല സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് ഫസ്റ്റ് രാവിലെ തന്നെ നമ്മൾ വന്നല്ലോ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ ഇവിടെ എത്തി. ഓപ്പണിംഗ് ടൈമിൽ തന്നെ എത്തി. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് മെയിൻ അട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഓരോ ബിൽഡിങ്ങിനും ഓരോരോ സ്റ്റോർസ് ഉണ്ടാവും, അതിന് ഓരോ ഷോകളുണ്ടാവും. അപ്പം ഞാൻ ഡിസ്ക്ലെയിമർ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഉള്ളിൽ കയറിയിട്ട് ഉള്ള ആ ഒരു വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അത് ഞാൻ വേണമെന്ന് വെച്ചിട്ടാണ് എടുക്കാഞ്ഞത്. കാരണം 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, അവിടെ ആരും വീഡിയോ എടുക്കണമെന്നും ഞാൻ കണ്ടില്ല. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വീഡിയോ എടുക്കാം, ഫ്ലാഷ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എടുക്കണോണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു, ഇത് നമ്മൾ കയറിയത് ഫുള്ള് വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ക്യാമറയും ഫോണും ഒക്കെ നിറഞ്ഞു കവിയും. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, നമുക്ക് ആ ഒരു നിമിഷങ്ങൾ എൻജോയ് ചെയ്യുന്ന നല്ലത്. ബാഗും കയ്യിലൊരു ക്യാമറയുമായിട്ട് നമുക്ക് എപ്പോഴും നടക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ആദ്യം ഈ ഒരു സ്ഥലത്താണ് ഫസ്റ്റ് പോയത്. അപ്പോൾ ഒരു മിനിയോൺ ഷോ ആണ്, എന്താണെന്ന് പോലും അറിയാതെയാണ് നമ്മൾ കയറണതിൻ്റെ ഉള്ളിൽ. എല്ലാവരും കയറുന്നുണ്ട്, അപ്പോൾ നമുക്കും കയറാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ മിനിയോൺസിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകണം. അപ്പോൾ അതിന് ചെറിയ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചു, ഇത് എന്തായിരിക്കും, ബോറിംഗ് ആയിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂവിൻ്റെ വീട്. അപ്പോൾ അവരുടെ വീട് ശരി എക്സാക്ട്ലി ആ വാൾപേപ്പർ ആയാലും ഫോട്ടോ ഫ്രെയിം ആയാലും എല്ലാം അതുപോലെ തന്നെ അങ്ങനെ തന്നെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിത്തൂനും കിത്തൂനും ഒക്കെ ചെറിയ കുട്ടിയാകുമ്പോഴേ കാണുന്ന സിനിമയാണല്ലോ. അപ്പോൾ അവർക്കതൊരു ക്യൂരിയോസിറ്റി. ഇപ്പോൾ കിത്തൂൻ്റെ എല്ലാം കാണിച്ചു തരാൻ എനിക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ടി വിയിൽ ഇതുപോലെ അവർ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരിക, നമുക്ക് എന്താണ് നടക്കാൻ പോകണമെന്നൊക്കെ. അങ്ങനെ നമ്മൾ ഉള്ളിൽ ആ ഷോ കഴിഞ്ഞു കേട്ടോ. ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3D ഷോ 4D ഷോ ഒക്കെ നമ്മൾ ഓരോ മോളിലൊക്കെ പോകുമ്പോൾ ചെയ്യില്ല, അതുപോലെ തന്നെയാണ്. അപ്പോൾ അവിടെ ഇരുട്ടുമാണ്, ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് മിനിയോൻ്റെ കൂടെ നമുക്ക് ഡാൻസ് കളിക്കാം, മിനിയോൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാം. ക്യൂ ആയിരുന്നുകൊണ്ട് നമ്മളതൊന്നും അധികം നേരം ഒന്നും നിന്നില്ല. കാരണം നമുക്ക് ഏകദേശം ഒരു 24ഓളം കാര്യങ്ങൾ അവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തും അധികം നേരം നിൽക്കാനും പറ്റില്ല. പിന്നെ നമുക്ക് എല്ലാം റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ വീണ്ടും വരാം കേട്ടോ. ഇത് അൺലിമിറ്റഡ് ആണ്, ഒരു സ്ഥലത്ത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് കയറി കാണാം. അപ്പോൾ എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഇതിങ്ങനെ അധികം നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഇത് ഈ ഒരു പാലസ് പോലത്തെ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഡിസ്നി കൊട്ടാരം പോലെയൊക്കെ ഒരു ഫീലിംഗ് വരില്ലേ. അപ്പം ഇതാണ് ഷ്രെക്കിൻ്റെ പാലസ് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഷ്രെക്ക് ആൻഡ് ഫിയോണ അതും ഒരു സിനിമയാണ്. അപ്പോൾ കുട്ടികൾ കണ്ടിട്ടുണ്ട്, ഞാനും ഇരുന്ന് കണ്ടിട്ടുണ്ട് പണ്ട്. അപ്പോൾ അവർ ആ ക്യാരക്ടേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഇത്രയും ഒരു ആൾക്കൂട്ടം. അവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ ലൈൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അധികം നേരമൊന്നും ലൈൻ നിൽക്കാൻ നമുക്ക് താല്പര്യമില്ല. അങ്ങനെ നമ്മൾ ആ ഷോ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിൽ പോയി. അതേപോലെ തന്നെ ഒരു വലിയ തിയേറ്റർ, അവിടെ സീറ്റ് വെച്ചിട്ടുണ്ടാവും. ഇടയിൽ കാലിലൊക്കെ മറ്റേ വെള്ളം വന്ന് വീണ പോലെയും വെള്ളം തെറിക്കണ പോലെയും അങ്ങനെയൊക്കെ നമുക്കറിയാമല്ലോ. 4D എക്സ്പീരിയൻസ് പോലെയാണ്. അപ്പോൾ അത് കഴിഞ്ഞു, അതും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇവിടെ വന്നപ്പോഴേക്കുമാണ് ശരിക്കുള്ള തീം പാർക്കിൻ്റെ ഒരു വൈബ് കിട്ടി തുടങ്ങിയത്. ഇവിടെയും ഇതുപോലെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ. ഏജ് ലിമിറ്റ് അങ്ങനെയൊന്നുമില്ല. ഹാർട്ടിനും പ്രശ്നമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് ലേഡീസ് അങ്ങനെയുള്ളവർ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ കയറി. അപ്പോൾ അപ്പോഴേക്കും ചെറുതായിട്ട് മഴ ചാറി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ഈ അടുത്തിടെ ഹാന കൃഷ്ണയുടെ ഒരു ജാപ്പനീസ്, അതായത് ജപ്പാനിൽ പോയൊരു വ്ളോഗ് കണ്ടപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ഒരു ഗോഡ്സ് ഫേവറേറ്റ് ചൈൽഡ് എന്നുള്ള രീതിയിൽ. അപ്പം നമ്മളിവിടെ പോയാലും ഇതുപോലെ മഴയൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയാലും പിന്നീട്
എല്ലാം ശരിയാവാറുണ്ട്. ഇത്രയും കാലം ഇപ്പം സിംഗപ്പൂർ വന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യം വന്ന് ഫ്ലൈറ്റിൽ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അപ്പം നമ്മൾ വെറുതെ ഗൂഗിളിൽ നോക്കിയപ്പോൾ സിംഗപ്പൂർ ഇപ്പോൾ മൺസൂണാണ്. അത് ഓൾറെഡി നമുക്ക് നാട്ടിൽ നിന്ന് അറിയായിരുന്നു. എന്നാലും അപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ പ്രതീക്ഷയുണ്ടായിരുന്നു മഴയൊക്കെ മാറിക്കോളും. അപ്പോൾ അന്ന് വന്നിറങ്ങിയ സമയത്ത് ആ ഫസ്റ്റ് ഡേ ആ ദിവസം ഭയങ്കര മഴ കണ്ടപ്പോൾ മനസ്സിൽ ഭയങ്കര ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് ഹോട്ടലിൽ എത്തിയതിന് ശേഷം പിന്നെ നമുക്ക് ഒരു ശല്യവും തിരിച്ചു വരണ വരെ മഴ ഉണ്ടാക്കില്ല. ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് മുഖം കാണിച്ചിട്ട് പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അഹാന പറഞ്ഞ പോലെ തന്നെ ഞങ്ങളും ഗോഡ്സ് ഫേവറേറ്റ് ചിൽഡ്രൻ തന്നെയായിരുന്നു എന്ന് ഈ ട്രിപ്പോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായി. കാരണം ഒരു തടസ്സവും ഒരു കാര്യത്തിലും ഈ ട്രിപ്പിൽ ഉണ്ടായില്ല നമുക്ക്. അതെ, ഇതിൽ ഈ സിംഗപ്പൂർ മീൻസ് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഏറ്റവും എല്ലാവരും പേടിച്ച ഒരു സംഭവമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇത് ഒരു ഗ്ലിംസ് ഓഫ് വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. കാരണം ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം ലഗേജൊക്കെ അവിടെ കീപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ അതിന് റെൻറ്റ് ഭയങ്കര അധികം ആയതുകൊണ്ട് നമ്മൾ രണ്ടുപേര് വെച്ചിട്ടാണ് പോയത്. അപ്പം അതും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എടുക്കാനും പറ്റൂല. തെറിച്ചു പോയി. കിത്തുമൊക്കെ പേടിച്ച് കരഞ്ഞു അതിൻ്റെ ഉള്ളിൽ പോയിട്ട്. അത് ഒരു പിരമിഡ് മമ്മിയൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിരുന്നു. നല്ല രസമായിരുന്നു, പറയാൻ പറ്റണില്ല, അത്രയ്ക്ക് നല്ലതായിരുന്നു. പിന്നെ നിത്തുനും എനിക്കും ഈ റോളർ കോസ്റ്ററിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കിത്തുവിന് പിന്നെ അലൗഡ് അല്ല, 10 years അല്ലേ, അവളെന്നെ അലോ ചെയ്യില്ല. ഹസ്ബൻഡിന് താല്പര്യമില്ല. ഇത് 2 റോളർ കോസ്റ്ററാണ് കേട്ടോ. ഒന്ന് തല കുത്തൊന്നുമില്ല, അതായത് സ്ട്രെയിറ്റ് തന്നെയാണ് പോവുക, പക്ഷെ ഭയങ്കര സ്പീഡായിരിക്കും. ഒന്ന് തല കുത്തി മറയണ രീതിയിൽ, അങ്ങനെ 2 എണ്ണമാണുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് 2ലും പോവാം. ആദ്യത്തെ ഇത് റോളർ കോസ്റ്റർ അല്ല, ഇതിവിടെ ഞങ്ങൾ പോയതിൽ വെച്ചിട്ട് ഏറ്റവും മോശപ്പെട്ട സ്ഥാനത്തിലേക്കാണ് നമ്മൾ പോണത്. അപ്പം അതിൻ്റെ മുകളിലാണ് ഈ റോളർ കോസ്റ്റർ പൊക്കോട്ടിരിക്കണേ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമായിരുന്നു. അയ്യോ നമുക്ക് എന്തായാലും കയറണം. അപ്പം നിത്തു പറഞ്ഞു എന്തായാലും കയറണം, നമുക്കൊക്കെ ഇതെന്ത് വെറും പുല്ല് കേസ്, നമുക്ക് എന്തായാലും കയറണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യൂരിൽ നിന്ന് മീൻസ് നെക്സ്റ്റ് അതിന് പോവാം, ഇത് കഴിഞ്ഞിട്ടാവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ കപ്പും സോസറിലും കയറിയിരുന്നു. ഇത് വളരെ മോശം പിടിച്ചൊരു സംഭവമായിരുന്നു. ഒന്നും ഇഷ്ടമായില്ല. കാരണം ഒരു സ്പീഡും ഇല്ല, ഒന്നുമില്ല. അപ്പം അപ്പോഴും നമ്മൾ ഈ റോളർ കോസ്റ്റർ ഈ തലകുത്തി മറിഞ്ഞതാണ് ഈ പോണത്. അപ്പം തലകുത്തി മറിഞ്ഞതിൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് കുടൽ മുറിയോ അങ്ങനെയൊക്കെയാണല്ലോ സാധാരണ പറയാറ്. അപ്പം അത് പേടിയായിരുന്നു. എന്നിട്ട് പിന്നെ വിചാരിച്ചു ഭക്ഷണം കഴിച്ചിട്ടാവട്ടെ ഒന്ന് നോക്കിയിട്ട്. ഭക്ഷണം കഴിക്കാൻ നോക്കിയിട്ട് നമുക്ക് പറ്റിയ ഒരു സംഭവങ്ങളും കിട്ടണില്ല. ആകെ കൂടി കേട്ടിട്ടുള്ളത് നമ്മൾ സ്റ്റാർബക്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെന്നൈയിൽ ഇത്രയും കാലം ഉണ്ടായിട്ട് സ്റ്റാർബക്സിൽ പോയിട്ടില്ല. എന്നിട്ട് സിംഗപ്പൂരത്തെ സ്റ്റാർബക്സിലാണ് നമ്മൾ ഫസ്റ്റ് ലൈഫിൽ തന്നെ വെച്ചിട്ട് ഫസ്റ്റ് ചായ കുടിക്കാൻ കയറി എന്ന് പറഞ്ഞ പോലെ ലഞ്ച് കഴിക്കാൻ കയറിയത്. അത് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല സൂപ്പർ ഫുഡായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. വയറ് നിറച്ച് നമുക്ക് ബിരിയാണി കഴിക്കുക അല്ലെങ്കിൽ പൊറോട്ട കഴിക്കുന്ന പോലെയുള്ള ഫുഡൊന്നും ഇവിടെ വന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. വല്ല പാൻ കേക്ക്, ക്രോസൻസ് അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അവിടുന്ന് നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ക്യാൻഡി ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഒറിജിനൽ ചോക്ലേറ്റ്സ് നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടി കയറി. അപ്പോൾ കുട്ടികൾ ഓരോന്ന് ഈ മിനിയേച്ചർ വെർഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ജെയിൻറ്റ് വെർഷൻസ് ഉണ്ട്. ഇപ്പോൾ ടിക് ടാക്കിൻ്റെ ആണെങ്കിലും മെൻറ്റോസിൻ്റെ, അത് ഹെർഷീസിൻ്റെ എല്ലാം ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളൊക്കെ, എൻ്റെ കുട്ടികൾ കുറച്ച് വലിയ കുട്ടികളായതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റി. ചെറിയ കുട്ടികളിനെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ കിടപ്പാവും അവർ, എനിക്കത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ തന്നെ പറയണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് പൊതുവെ ഫോറിൻ ചോക്ലേറ്റ്സിനോട് വലിയ താല്പര്യം ഇല്ല. സാധാരണ ഇവർക്ക് ലോലിപോപ്പ് അല്ലെങ്കിൽ 5 സ്റ്റാർ, ഡയറി മിൽക്ക് ഇതൊക്കെ ഇഷ്ടം. നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ നമുക്ക് ഇതുപോലെ റീസിസ് അല്ലെങ്കിൽ ഈ എന്താ പറയുക ലിൻഡു പോലെയുള്ള ചോക്ലേറ്റ്സ് കൊണ്ടുവന്നാൽ പോലും ഈ കുട്ടികൾക്ക് ഇഷ്ടമില്ല. അവർക്ക് ലോക്കൽ ചോക്ലേറ്റ്സ് ആണ് താല്പര്യം. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ കിറ്റ്കാറ്റ് വാങ്ങിച്ചത് നല്ല വ്യത്യാസമായിരുന്നു കേട്ടോ. നാട്ടിൽ കിട്ടുന്ന കിറ്റ്കാറ്റും
അവിടെ കിട്ടുന്ന കിറ്റ്കാറ്റും എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അച്ഛൻ പണ്ട് ഷാർജയിൽ നിന്ന് കൊണ്ടുവരുന്ന കിറ്റ്കാറ്റിൻ്റെ അതേ ടേസ്റ്റിലാണ് സിംഗപ്പൂർ വന്നപ്പം കഴിച്ചത്. അപ്പോൾ അതേ അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. ചെറിയ ചെറിയ ഷോപ്പല്ല, വലിയ വലിയ ഷോപ്പുകളുണ്ട്. അപ്പോൾ ഓരോ തീംഡാണ്. ഇപ്പോൾ മിനിയോൺസിൻ്റെ ഒരു ഷോപ്പ് ഉള്ള പോലെ തന്നെ ഹലോ കിറ്റീൻ്റെ ഷോപ്പ്, അതിൻ്റെ തീമായിട്ടുള്ള കപ്പ്, ബോട്ടിൽ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വെറുതെ കയറി കാണാമല്ലോ. നമുക്ക് നോക്കുമ്പോൾ നോർമലി സിംഗപ്പൂർ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതിനെക്കാട്ടി കോസ്റ്റ്ലിയാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ ഉള്ളിലത്തെ ഷോപ്സിൽ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. എന്നാലും നമുക്ക് ഓർമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോഴേക്കും ഒരു റൗണ്ട് കഴിഞ്ഞു. നമ്മൾ സ്റ്റാർബക്സിൽ വന്നത് എൻട്രൻസിൻ്റെ ഭാഗത്താണ്. അപ്പം നമ്മൾ ഫുള്ളൊന്ന് കറങ്ങി കുറേ തീം പാർക്കിലൊക്കെ പോയതിന് ശേഷം നമ്മൾ തിരിച്ചിവിടെ വന്നപ്പോൾ ഗ്രൂവും ലൂസിയൊക്കെ കൂടിയിട്ടുള്ള ഷോ ഉണ്ടായിരുന്നു. അത് ചുമ്മാ ജസ്റ്റ് കുറച്ചു നേരം കണ്ടു. വീണ്ടും അതേ ലൈനിൽ കൂടെ തന്നെ നമുക്ക് നടന്നിട്ട് വേണം. അതായത് ഫുൾ ചുറ്റി പല പല വഴികളിൽ കൂടി നമുക്കിങ്ങനെ പോവാം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് അറിയണ പല സംഭവങ്ങളും, സിനിമകളിൽ കണ്ട സീനുകളും കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെയും ഒക്കെ കാണാം. ഓരോരോ റൈഡുകളുണ്ട്. അപ്പം അതിലൊക്കെ നമുക്ക് കയറാം. നമ്മൾ ഫസ്റ്റ് ജുറാസിക് വേൾഡിലെ ആ ഭാഗത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഒന്ന് ക്ലോസ്ഡ് ആയിരുന്നു, സമയം മാറ്റിയിട്ട്. അത് അടിപൊളിയൊരു സംഭവമായിരുന്നു. ഇത് ഫസ്റ്റ് നമ്മൾ ഇത് ജുറാസിക് വേൾഡിൻ്റെ ഉള്ളിൽ വന്നിട്ട് ആ കാണുന്നത് കുട്ടികളുടെയാണ്. അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല കയറാൻ. ഒരുവിധം ചെറിയ ചെറിയ കുട്ടികളുടെ പാരൻസ് മുഴുവൻ അവിടെ ക്യൂ ആയിരുന്നു. അപ്പം ഞങ്ങളിവിടെ ഇതേ ആ കാണില്ലേ മുകളിൽ കൂടെ പോകുന്നത്, അതിൽ കയറാനാണ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. ഇവിടെയും ബാഗ് അലോഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മുടെ കൊതുക് അവിടെ ഇവിടെ ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, മറ്റേ സിനിമേനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് അതും കഴിഞ്ഞ് കുറച്ച് മഴക്കാറൊക്കെ ഉണ്ട്, പക്ഷെ മഴയേ പെയ്തില്ല, അത് വേറെ കാര്യം. എന്നാലും അങ്ങനെ നിന്നതുകൊണ്ട് നമുക്ക് വെയിലിനൊക്കെ ഒരു ശമനം ഉണ്ടായിരുന്നു, ഒരു സമാധാനം ഉണ്ടായിരുന്നു, ചൂടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ മെറിഗോ റൗണ്ട് കാണില്ലേ, അപ്പം അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒന്നും വിട്ടിട്ടില്ല കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാത്തിലും കയറി. ആ റോളർ കോസ്റ്ററിൽ ഒഴികെ ബാക്കി എല്ലാത്തിലും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും വിട്ടിട്ടില്ല. നമുക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നു. കാരണം ഇന്നത്തെ ഫുള്ള് ഡേ നമ്മൾ ഇവിടെ തന്നെയാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഈവനിങ് നമുക്ക് സെൻതോസ എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക്, ആ ഫസ്റ്റ് വന്നപ്പോൾ കണ്ട മോണോറെയിലില്ലേ, അതിൽ കയറിയിട്ട് പോകണം. പോയിട്ട് അവിടെ ഇറങ്ങിയതിന് ശേഷം അവിടെ ഒരു ബീച്ചുണ്ട്. ആ ബീച്ചിൽ ലൈറ്റ് ഷോ ഉണ്ട് ശരിക്കും. അപ്പം നമ്മുടെ അതെന്താണെന്ന് നമുക്കും അറിയില്ല. അപ്പോൾ അത്രയും സമയം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ വണ്ടി വരില്ല. ഈ ഒരു ടൈം പീരീഡിൽ മാത്രമേ വണ്ടി വരുള്ളൂ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ ഇരിക്കാം. റൈഡിൽ തന്നെ വീണ്ടും വീണ്ടും കയറാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും കുറച്ച് തിരക്ക് വന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. അവിടെ ഇരുന്നു കുറേ നേരം നമ്മൾ റെസ്റ്റ് എടുത്തു. പിന്നെ സംസാരിച്ചൊക്കെ ഇരുന്ന് സ്ലഷൊക്കെ വാങ്ങി ട്രൈ ചെയ്തു. അങ്ങനെ കുറേ വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ജുറാസിക് വേൾഡിൻ്റെ ഒരു വാട്ടർ റൈഡ് ഉണ്ടായിരുന്നു. അപ്പം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ എൻട്രൻസിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ നനയാൻ സാധ്യതയുണ്ടെന്ന്. അപ്പം ഞാനത് പേടിച്ചിരിക്കുക, ഞാൻ കയറണ്ടെന്നൊക്കെ കുറേ പ്രാവശ്യം പറഞ്ഞു. പക്ഷേ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ വിടണ്ടെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ നോക്കിയപ്പോൾ നല്ലതായിട്ട് നനഞ്ഞു, ഞാൻ മാത്രം. ബാക്കി ആർക്കും ഒന്നും പറ്റിയില്ല. ഞാൻ നനഞ്ഞപ്പോൾ എനിക്കിഷ്ടമായി കാര്യം. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു സേഫ്റ്റിക്ക് ഒരു റെയിൻ കോട്ടോ അങ്ങനെ വാങ്ങായിരുന്നു എന്ന് പിന്നെ തോന്നി. കാരണം അവിടെ അതിന് മുമ്പിൽ തന്നെ ചെയ്യണ്ടായിരുന്നു, അവർ വിൽക്കുന്നുണ്ടായിരുന്നു റെയിൻ കോട്ട്. ഭാഗ്യത്തിന് തലയൊന്നും നനഞ്ഞില്ല, ഡ്രസ്സൊക്കെ നനഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് വിഷമിച്ച് കുറച്ച് നേരം അത് ഉണക്കാനൊക്കെ ഇരുന്നു. എന്നിട്ടാണ് പിന്നെ നമ്മൾ വീണ്ടും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നടന്നു. ഫുള്ളൊരു വൈബ് സ്ഥലം തന്നെയായിരുന്നു, നല്ല രസമുള്ളൊരു സ്ഥലം. സിംഗപ്പൂർ വരുന്ന ആൾക്കാർ ഒരിക്കലും, എനിക്കറിയാം മിസ് ചെയ്യില്ലാന്ന്, എന്നാലും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് പിന്നെ നമ്മൾ കുംഫു പാണ്ടയൊക്കെ ഉണ്ട് ഇവിടെ. ഇതുപോലെ ഓരോ ബിൽഡിങ്ങിൻ്റെ മുമ്പിലും ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സ് നിൽക്കുന്നുണ്ടാവും, നമുക്ക് പോയി ഫോട്ടോ ഒക്കെ എടുക്കാം. നമ്മളുണ്ട് അവിടുന്ന് ഒരു സ്റ്റോറിൽ കയറി നമുക്ക് ഒരു
ഓർമ്മയ്ക്ക് ഒരു യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ ഒരു ബോട്ടിലൊക്കെ വാങ്ങിച്ച് അവിടുന്ന് പിന്നെ നമുക്ക് പതുക്കെ ലൈറ്റ് ഷോ കാണാനുള്ള മോണോറെയിൽ പിടിക്കാൻ സമയമായി. ഇപ്പോൾ നമുക്ക് ആദ്യം അന്വേഷിക്കണമായിരുന്നു. അപ്പോൾ ഈ ട്രാവൽ ഏജൻസിയുടെ ആൾക്കാർ കറക്റ്റ് ആ ഒരു വീഡിയോസ് വരെ നമുക്ക് അയച്ചു തരും കേട്ടോ. എങ്ങോട്ടാണ് പോകേണ്ടത്, ലെഫ്റ്റ് തിരിയണം, ഈ ഒരു ലാൻഡ്മാർക്ക് പറഞ്ഞു തന്നിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു സമയാസമയങ്ങളിൽ. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു ഇറങ്ങിയിട്ട് നമ്മൾ മോണോറെയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അടുത്ത ഒരു 1-2 വീഡിയോസും കൂടി ഉണ്ടാവും സിംഗപ്പൂരിൻ്റെ. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് വിചാരിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.